ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് ലഭ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്ന് 5718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5496 പേർ രോഗമുക്തി നേടി. ചുഴലിക്കാറ്റ് ഭീതിയൊഴിഞ്ഞ കേരളം. ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയേക്കാൻ സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തുടരും. ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ടോടെ അവസാനിക്കും. ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ട്വന്റി-20യിൽ ഇന്ത്യയ്ക്ക് 11 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് ലഭ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വില കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിനുവേണ്ടി ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും സർവകക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് വികസിപ്പിച്ചുവരുന്ന 8 വാക്സിനുകൾ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ശാസ്ത്രജ്ഞരുടെ അനുമതി ലഭിച്ചാലുടൻ തന്നെ വാക്സിനേഷൻ ആരംഭിക്കും. സമീപഭാവിയിൽ തന്നെ എല്ലാവരിലും വാക്സിൻ എത്തിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ രാജ്യത്ത് ഉരുത്തിരിയുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. വാക്സിൻ നൽകുന്നതിനുള്ള ശക്തമായ ശൃംഖല രാജ്യത്ത് നിലവിലുണ്ടെന്നും മതിയായ ശീതീകരണ, സംഭരണ, വിതരണ സംവിധാനങ്ങൾ തയ്യാറാക്കി വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്കാവും ആദ്യം വാക്സിൻ നൽകുക. വാക്സിൻ നൽകുന്നതിന്റെ മുൻഗണനാക്രമം സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തെ അറിയിച്ചു. വാക്സിന്റെ വിലയും സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത ശേഷമാവും തീരുമാനിക്കുക. 3 മണിക്കൂറോളം നീണ്ട സർവകക്ഷി യോഗത്തിൽ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഹർഷവർദ്ധൻ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളായ അധിർ രഞ്ജൻ ചൌധരി, ഗുലാം നബി ആസാദ്, NCP നേതാവ് ശരത് പവാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്ന് 5718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5496 പേർ രോഗമുക്തി നേടി. 29 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57456 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.95%. മലപ്പുറം 943, കോഴിക്കോട് 773, കോട്ടയം 570, തൃശൂർ 528 രോഗബാധിതരാണ് ഇന്നുള്ളത്. എറണാകുളത്ത് 486, പാലക്കാട് 447, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 300-ന് മുകളിലും രോഗബാധിതരുണ്ട്. 61401 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിൽ ഉള്ളത്. ചുഴലിക്കാറ്റ് ഭീതിയൊഴിഞ്ഞ് കേരളം. ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിൽ എത്തും മുൻപ് തന്നെ ന്യൂനമർദ്ദമായി ദുർബലപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ചുഴലിക്കാറ്റ് കഴിഞ്ഞ 6 മണിക്കൂറായി രാമനാഥപുരത്തിന് സമീപം തന്നെ തുടരുകയാണ്. തമിഴ്നാട്ടിൽ വെച്ച് തന്നെ ന്യൂനമർദ്ദമായി മാറുന്ന ചുഴലിക്കാറ്റ് 36 മണിക്കൂറിൽ അതീവ ദുർബലമാകും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് രാത്രി മുതൽ 12 മണിക്കൂർ നേരത്തേക്ക് തെക്കൻ കേരളത്തിൽ മണിക്കൂറിൽ ഏകദേശം 35 മുതൽ 45 വരെ കിലോമീറ്റർ വേഗമുള്ള കാറ്റ് ഉണ്ടായേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരും. ചുഴലിക്കാറ്റ് ജാഗ്രത തുടരുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് നേരിയ തോതിലുള്ള മഴ മാത്രമാണ് അനുഭവപ്പെട്ടത്. മുന്നറിയിപ്പിനെ തുടർന്ന് അടച്ചിരുന്ന തിരുവനന്തപുരം വിമാനത്താവളം വൈകിട്ട് 4 മണി മുതൽ പൂർണ്ണ രീതിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. കൊല്ലം ജില്ലയിലും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. കാറ്റിന് നേരിയ സാധ്യത പോലും ഇല്ലാത്ത കാലാവസ്ഥയാണ് ജില്ലയിൽ ഇപ്പോഴും തുടരുന്നത്. കോട്ടയം ജില്ലയിൽ പകൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നെങ്കിലും ജില്ലയിൽ എവിടെയും ഇന്ന് കാറ്റോ മഴയോ ഉണ്ടായില്ല. എന്നാൽ ജില്ലയിലെ മലയോര മേഖലയിൽ ജാഗ്രത തുടരുന്നു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഇടുക്കി ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറത്തും നാളെ ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം അവശേഷിക്കെ അന്തിമഘട്ട പ്രചാരണവുമായി മുന്നണികൾ. ഈ മാസം 8-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. ജില്ലകളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിനെ ഇത് കാര്യമായി ബാധിച്ച മട്ടില്ല. ഈ ജില്ലകളിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾ മുടക്കമില്ലാതെ നടന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് 6 മണിയോടെ അവസാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റന്നാൾ വൈകിട്ട് 6 മുതൽ 48 മണിക്കൂർ സമയം തിരുവനന്തപുരം ജില്ലയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 16-നും ജില്ലയിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ആയിരിക്കും.
അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 4%, റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%, തുടരും. ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോടെ സമ്പദ്വ്യവസ്ഥ റെക്കോർഡ് വളർച്ച കൈവരിക്കുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ ഡോക്ടർ ശക്തികാന്ത ദാസ് അറിയിച്ചു. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് കൺസൾട്ടൻസി കമ്പനിയെ വിലക്കിയ സംസ്ഥാന സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഒരാഴ്ചത്തെ ഇടക്കാല സ്റ്റേയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം സംസ്ഥാന സർക്കാർ പരിഗണിച്ചില്ലെന്ന PwC വാദം കണക്കിലെടുത്താണ് ഹൈക്കോടതി നടപടി. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി വീണ്ടും മാറ്റിവച്ചു. കൂടുതൽ രേഖകൾ സമർപ്പിക്കുന്നതിന് സമയം അനുവദിക്കണമെന്ന CBIയുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് ജനുവരി 7ലേക്ക് മാറ്റിയത്. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് കൊച്ചി ദക്ഷിണ നാവിക കേന്ദ്രത്തിൽ ദക്ഷിണ നാവിക കമാൻഡ് മേധാവി പുഷ്പചക്രം സമർപ്പിച്ചു. രാജ്യത്തിനുവേണ്ടി പടപൊരുതി വീരമൃത്യു വരിച്ച നാവികസേനാംഗങ്ങളുടെ സ്മരണയ്ക്കായിട്ടാണ് പുഷ്പചക്രം അർപ്പിച്ചത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി നാവിക കേന്ദ്രത്തിന്റെ യുദ്ധക്കപ്പലുകൾ വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുണ്ട്. കാസർഗോഡ് പാറക്കെട്ട AR ക്യാമ്പിൽ പരിശീലനത്തിന്റെ ഭാഗമായി ഗ്രനേഡ് നീക്കുന്നതിനിടയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരിക്ക്. സിവിൽ പോലീസ് ഓഫീസറായ സുധാകരൻ, ക്യാമ്പിലെ ജീവനക്കാരനായ പവിത്രൻ എന്നിവർക്കാണ് മുഖത്ത് പരിക്കേറ്റത്. ഇന്നു രാവിലെ 9:30യോടെയായിരുന്നു അപകടം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വിവാഹ ചടങ്ങിനായി പോവുകയായിരുന്ന യുവാവ് സഞ്ചരിച്ച കാറിന് നേരെയുണ്ടായ ആക്രമണ സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവാഹം സംബന്ധിച്ച പ്രശ്നമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ട്വന്റി-20യിൽ ഇന്ത്യയ്ക്ക് 11 റൺസ് വിജയം. ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ. അവസാന ഓവറുകളിലെ രവീന്ദ്ര ജഡേജയുടെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. KL രാഹുൽ അർദ്ധ സെഞ്ചുറി നേടി. എന്നാൽ ശിഖർ ധവാനും വിരാട് കോഹ്ലിക്കും MK പാണ്ഡ്യയ്ക്കും 2 അക്കം കടക്കാൻ കഴിഞ്ഞില്ല. 3 കളികളുള്ള പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. ബാംബെലോ GMC സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 447 പോയിന്റ് ഉയർന്ന് 45,080-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 125 പോയിന്റ് നേട്ടത്തിൽ 13,259-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 160 രൂപ കൂടി 36,880 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 4,610 രൂപയുമായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് പോസ്റ്റിംഗ് ഓർഡർ ലഭിച്ച പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നീ ഉദ്യോഗസ്ഥർക്ക് നാളെ രാവിലെ 9 മണിക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ റിഹേഴ്സൽ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളെ വെബ് റാലി സംഘടിപ്പിക്കും. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ റാലികളും പൊതുയോഗങ്ങളും നടത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് വെബ് റാലി സംഘടിപ്പിക്കാൻ LDF തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെബ് റാലി ഉദ്ഘാടനം ചെയ്യും. വെൽഫെയർ പാർട്ടിയുമായി UDFന് പ്രാദേശിക തലത്തിൽ പോലും ധാരണകൾ ഇല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സഖ്യം വേണ്ടെന്നതാണ് UDF തീരുമാനമെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു. പ്രാദേശിക നീക്കുപോക്കുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന UDF കൺവീനർ MM ഹസന്റെ പ്രതികരണത്തെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ വോട്ടർമാർക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നോട്ടീസ് അച്ചടിച്ചിറക്കി പ്രചാരണം നടത്തിയതിന് 9 പേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മതവികാരം വ്രണപ്പെടുത്തും വിധമുള്ള വീഡിയോ റെക്കോർഡ് ചെയ്ത് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 16-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് ലഭ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഇന്ന് 5,718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,496 പേർ രോഗമുക്തി നേടി. ചുഴലിക്കാറ്റ് ഭീതിയൊഴിഞ്ഞ് കേരളം. ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയേക്കാൻ സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തുടരും. 1ാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം. പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ടോടെ അവസാനിക്കും. ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ട്വന്റി-20യിൽ ഇന്ത്യയ്ക്ക് 11 റൺസ് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ ഇനി 7:25-ന്.